മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് വെസ്റ്റ് ഫോർട്ട് റോഡ്, പൂങ്കുന്നം, തൃശൂർ. ട്രിനിറ്റി ഗോൾഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി. തൃശൂർ, പാലക്കാട്, കൊച്ചി. ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. നല്ല നമസ്കാരം. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കേരളത്തിൽ എല്ലായിടത്തും. ട്രിനിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്, കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ ജ്വല്ലറി. ആൻഡ് ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ജോബി ജോൺ. എനിക്ക് തൊട്ടുപുറകിൽ ഒരു പ്രതിഷേധം ആളിപ്പടരുകയാണ്. കഴിഞ്ഞ 7 വർഷം മുൻപ് മാറ്റുലി എന്ന ജനകീയ പരിപാടിയിലൂടെ ഈ വിഷയം ഞങ്ങൾ മുൻപിലേക്ക് എത്തിച്ചതാണ്. എത്രയോ അധ്യായങ്ങൾ, വിവിധങ്ങളായ പ്രദേശങ്ങൾ, ഒല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങൾ, ഒപ്പം തന്നെ ചാലക്കുടി, ഒപ്പം തന്നെ അതിരപ്പള്ളി, വാഴച്ചാൽ എന്ന് വേണ്ട പല ഭാഗങ്ങളിലും ആന ശല്യം ഉള്ള പല ഭാഗങ്ങളിലും ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലയിൽ ഒരു പ്രതിഷേധം ആളിപ്പടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന് വീടിൻ്റെ മുറ്റത്തു വരെയും ആന ഇങ്ങനെ കടന്നു വരികയാണ്. സമാധാനമായി കിടന്നിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ദാ ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ കൂടുകയാണ്. ഞങ്ങളും ഈ പ്രതിഷേധക്കാരുടെ ശബ്ദമൊന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ തയ്യാറാവുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇങ്ങനെ കനക്കുകയാണ്. ഒരുപക്ഷെ ഇന്നും ഇന്നലെ തുടങ്ങിയ വിഷയമല്ല. എത്രയോ നാളുകളായി നിരന്തരമായി ഇതിപ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നു പോവുകയാണ്. എന്താണ് നിലവിലുള്ള അവസ്ഥ? ആനശല്യം തന്നെ. ഞങ്ങൾക്ക് കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വാഴകളും എല്ലാ സാധനവും കൊടംപുളി വരെ ഒടുക്കി മറിച്ച് ഒടുക്കിയൊക്കെ ചെയ്യാണ്. പിന്നെ കടപ്പിലാവ് അതൊക്കെ കുത്തി അതിന്റെ റോള പൊളിച്ച് അതൊക്കെ രാത്രി സമയത്ത് വരുന്നുണ്ടോ? രാത്രി സമയത്ത് വരുന്നത് 7 മണി കഴിഞ്ഞാൽ വരും സാറേ. ഏറ്റവും മെയിനായിട്ട് പ്രശ്നം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആനേനെ ഈ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങി വരണമെങ്കിൽ. ഞങ്ങളൊക്കെ കോവിഡിന്റെ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമുള്ള സമയമായിരുന്നു. ഞങ്ങൾ കൊച്ചിന് വയ്യാണ്ടായിട്ടും ഞങ്ങൾ വരുമ്പോൾ ആനേനെ മുന്നിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് പേടിയായിട്ട് പിന്നെ ഞങ്ങളുടെ മെമ്പറൊക്കെ വിളിച്ച് ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് ആനേനെ ഓടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി തന്നെ. അതുപോലെ ഭയങ്കര ശല്യമാണ്. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് രാത്രിയായി ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. അതേപോലെ കൊച്ചുകുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പൊ ആ കോവിഡ് സമയത്ത് കൊച്ചിന് വയ്യാണ്ടായപ്പോ സമയത്ത് പിന്നെ ഇപ്പൊ ആളും ഹസ്ബൻഡ് മരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്കും ഞങ്ങൾക്ക് രാത്രി പോകാൻ പറ്റാത്തൊരവസ്ഥയല്ല. പേടിയാണ്. 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോലും ഞങ്ങൾക്ക് രാത്രി പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ രാത്രി പെട്ടെന്ന് എപ്പോഴാണ് അസുഖം വരാമെന്ന് അറിയില്ല നമുക്ക്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഒരു സാധനം വീട്ടിൽ നിന്നോ ഒരു വെക്കാനോ പറമ്പിൽ വെക്കാനോ ഒന്നും പറ്റില്ല അവസ്ഥയില്ല. 1, 2 എന്നല്ല 7 എണ്ണം 6 എണ്ണൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ഒരു മാർഗമില്ല. അതേപോലെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഒരു ജീവിതം. എന്താ നിലവിലെ അവസ്ഥ? ഞങ്ങള് റബ്ബർ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ പാട്ടത്തിന് റബ്ബറുകൾ എടുക്കും. അതൊക്കെ വെളുപ്പിന് പോയി വെട്ടി നമുക്ക് അതിൽ നിന്ന് ഒരു ആദായം കിട്ടണമെങ്കിൽ നേരം വെളുത്ത് ആനയുടെ ശല്യം കഴിഞ്ഞിട്ട് പോയി വെട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അത് വെട്ടാൻ പോണ ആ വഴിത്താരേക്കടെയൊക്കെയാണ് ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കണേ. അടുത്ത കാലത്താണോ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി? അതെ, ഈ ഒരു മാസമായിട്ടാണ് ഭയങ്കരമായിട്ടുള്ള ശല്യം. അത് കാട്ടിൽ നിന്ന് മൊത്തമായിട്ട് ഇറങ്ങുകയെന്ന് തോന്നണം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ കൊമ്പഴ ഭാഗത്തൊക്കെ ഇത് ഫെൻസിങ്ങോ സ്ഥാപിച്ചതിന്റെ ഭാഗമായിട്ട് അപ്പൊ അവിടെ ഇറങ്ങാൻ പറ്റണില്ലല്ലോ. അവര് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് പോരുന്നതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഒട്ടും പറ്റില്ല, പേടിച്ചിട്ട്. അത് തന്നെയല്ല, പിള്ളേര് ട്യൂഷൻ കഴിഞ്ഞൊക്കെ 6 മണി 7 മണി ആകുമ്പോഴേ ബസ് ഇറങ്ങി വരണേ. ഇവരെവിടെ നിൽക്കണേന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്. കൃഷി നശിപ്പിക്കണു. ആളുകൾക്ക് പേടിച്ചിട്ട് ഇറങ്ങാൻ പറ്റണില്ല. അങ്ങനെയുള്ള കുഞ്ഞു പിള്ളേരെ നമുക്ക് കളിക്കാൻ പോലും ഇപ്പോൾ ഒരു കളിസ്ഥല ഗ്രൗണ്ടൊന്നും നമുക്കുള്ള സ്ഥലങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് വൈകുന്നേരങ്ങളിൽ സൈക്കിൾ എടുത്ത് ഊടുവഴിക്കൊക്കെ ആയിരിക്കും പോവുക സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ. അതൊക്കെ അവർക്ക് പുറത്തിറങ്ങി അവർക്ക് പോലും ഫ്രീഡം കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊരു പരിഹാരം കാണും. അവസ്ഥ ഇത് പറഞ്ഞമാതിരി തന്നെയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എവിടെ നിൽക്കണം, നമുക്ക് ഈ മഴ സമയമാകുമ്പോൾ ഭയങ്കര കാട് പിടിച്ച് നിൽക്കല്ലേ. അപ്പോൾ എവിടെ നിൽക്കണേന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. മെയിനായിട്ട് അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ ചെന്ന് കയറി കൊടുക്കുന്നത് ചിലപ്പോൾ ആനയുടെ മുന്നിലേക്ക് ആയിരിക്കും. അതേമാതിരി ശല്യം. പഠിത്തം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താൻ പേടിയാണ്. പഠിക്കാൻ പോകാൻ
കയറുമ്പോൾ പേടിയാ? 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറണം, അല്ലെങ്കിൽ ഒരു ഇരുട്ടാവണിട്ട് മുന്നേ വീട്ടിൽ കയറണം. ഞങ്ങളുടെ വീട് കടന്റെ അടുത്ത് തന്നെയാണ്, കട തൊട്ടടുത്താണ്. ഒരു പറമ്പ് കഴിഞ്ഞാൽ കാടാണ്. അപ്പൊ ഞങ്ങൾക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത്. ശരി, എങ്ങനെയാ അമ്മ? പേടിയാണ്? ഉള്ള പറമ്പ് നശിച്ചെടുക്കും. ഞാൻ പേടിക്കാന്നുള്ള ഒന്നുമില്ല, നട്ടമൊന്നുമില്ല. കൃഷിയെല്ലാം നശിച്ചു. കൃഷിയൊക്കെ പോയി. കുറേ തെങ്ങുകളും പിന്നെ കവുങ്ങും തൈയൊക്കെ കാണിച്ചിട്ടൊക്കെ കാണുന്നുണ്ട്. 3 കൂട്ടം വാഴ ഉണ്ടായുള്ളൂ, അതൊക്കെ നശിപ്പിച്ചു. പിന്നെ ഇപ്പൊ ഉണ്ട് വീട്, ഞങ്ങൾ വീട് വേറെ അടുത്താണ്. അവിടെ വന്ന ആട്ടുംകൂട് കളയാൻ കുരുത്താം. അതിന്റെ പുറകിൽ നിന്ന് വാഴ രാത്രിയാണ് കൂടുതലായിട്ട് വരുന്നത്. രാത്രി വെളുപ്പിനെ വന്നേക്കണത്. വന്നിട്ടുണ്ട് ആട്ടുംകൂട് നശിപ്പിച്ചില്ല, വാഴയൊക്കെ തിന്നേച്ച് പോയി. വീടിന്റെ മുറ്റത്ത് ഒരു നാരകം നിൽപ്പുണ്ട്, വീടിന്റെ അടുക്കളപ്പുറത്ത് വന്നേച്ച്. ഈയിടെ ഈ 3-4 ദിവസമായുള്ളൂ വന്നിട്ട്. ബഹളം ഉണ്ടാക്കിയപ്പോ പോയി ആന. എല്ലാവരും ഓടിച്ചു വിടുക. എങ്ങനെയാണ്? ആനയുടെ ശല്യം ഭയങ്കരമാണ്. ഞങ്ങൾക്ക് വരുമ്പോൾ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ സ്ഥലത്ത് ഒരു കുറഞ്ഞ 3 തെങ്ങെങ്കിലും ആന ചവിട്ടി മറിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിടത്തോളം പ്ലാവിലെ ചക്ക മൊത്തം ചാടിച്ചു കളഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ എന്തോരം വാഴ നമ്മൾ നട്ടിട്ടുണ്ടോ സർവ്വ വാഴയും നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. കൃഷിയൊന്നുമില്ല. റബ്ബർ തൈ 4 വർഷമായ തയ്യാ, 12-14 തൈയാണ് ചവിട്ടി വെച്ച് കളഞ്ഞേക്കണേ. ഭയങ്കര ശല്യം, എന്നും വന്നുണ്ടാകാന, എന്നും ഒരു ദിവസം പോലും ഇല്ലാണ്ട് ഇത്ര ശല്യമായി. ഈ അടുത്തിടയ്ക്കാണോ ഇതുപോലെ ശല്യം? ഇതെല്ലാം അടുത്തിടയ്ക്കെന്ന് പറഞ്ഞാൽ 1 മാസമായിട്ട് കൂടുതലാണ്, ഭയങ്കരമായിട്ട് 10 വർഷങ്ങളായിട്ടുണ്ട് സാറേ. ആനക്ക് ശല്യം, ആനക്കുഴിയിൽ ആരും ഇല്ലാണ്ടായി. ഒക്കെ 5-10 സെന്റ് സ്ഥലം മേടിച്ചൊക്കെ പോയി, എല്ലാവരും പോയി. ഇപ്പൊ ഇവിടെ പഴവെള്ളംചാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടുത്തെ ആൾക്കാർ പോയി. പിന്നെ വലിയ വീടുകൾ കെട്ടി ഒരുവിധം പഞ്ചായത്തിൽ നിന്ന് ലോണും കിട്ടി അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഇപ്പൊ അവിടെ താമസിക്കുന്നുള്ളൂ. വെള്ളക്കാരത്തോടെ വിറ്റല്ല, വിൽക്കാൻ പറ്റുമോ? ആനയുള്ള കാരണം ആരും മേടിക്കില്ല, വിലയില്ല. ആൾക്കാർ ഉപേക്ഷിച്ചു എന്ന് പറയാനും പറ്റില്ല. അതേപോലെയാണ് ഇപ്പൊ കാട് നിറഞ്ഞിട്ട് ഒരു ആനയ്ക്ക് ഇപ്പൊ അവിടുത്തെ തീറ്റയൊക്കെ കഴിഞ്ഞപ്പോ വെള്ളക്കാരിക്ക് ഇറങ്ങിയപ്പോഴാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ സമരം ഇവിടെ ചെന്ന് സമരം ചെയ്തോണ്ടൊന്നും കാര്യമൊന്നുമില്ല. കറക്റ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് മേൽ നടപടികൾ സ്വീകരിച്ചാൽ മതിയാകും. 10 വർഷങ്ങളെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കാടിന്റെ തൊട്ടരികത്താണ് താമസിക്കുന്നത്. ഒരു അമ്മയുണ്ട് വീട്ടില്. എവിടേക്കോ ഞങ്ങൾക്ക് ഓടാൻ പറ്റില്ല. ആന വരുമ്പോ വലിയ ലൈറ്റ് അടിച്ച് ഓടിക്കുന്നു, പോർച്ചുകാർ വരുന്നു, അവർക്ക് പറ്റുന്ന അവർ സഹായിക്കുന്നു, ഞങ്ങളെ കൊണ്ടും പറ്റുന്നത്. ഇപ്പൊ സിറ്റിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വലിയ ആൾക്കാരുടെ എല്ലാ സാധനങ്ങളും നശിച്ച് ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയ പ്രശ്നമായിട്ട് വന്നേക്കുന്നത്. 10 വർഷത്തിലേക്ക് മേലെ തുടങ്ങി ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് ആന വരുന്നതാ. ഞങ്ങൾ പേടിച്ചങ്ങനെ കടക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. ശരി, നിലവിലെ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ജനകീയ സമരസമിതിയുടെ പ്രവർത്തനത്തിൽ നമ്മൾ എല്ലാവരും പങ്കാളികളായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി ആന നിരന്തരം ആ പ്രദേശത്ത് വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വളരെ മെല്ലെ പോക്കായിരുന്നു. ഈ ഗവൺമെൻറ് വന്നിട്ട് ഏകദേശം 1 മാസക്കാലം 1 മാസം 12 ദിവസമായിട്ടുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗവൺമെൻറ്റിനെ കഴിഞ്ഞ ദിവസം ചാലക്കുടി ഫോറസ്റ്റ് മിനിസ്റ്റർ വന്നപ്പോൾ നമ്മൾ ആളുമായി സംസാരിച്ച് അത് ഞാൻ പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ആൾ ഉറപ്പ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വരുന്ന ബുധനാഴ്ച കാലത്ത് വീണ്ടും മുഖ്യമന്ത്രിനെയും അതുപോലെ തന്നെ വനവകുപ്പ് മന്ത്രിനെ കണ്ട് ഇതിൽ ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന് തയ്യാറാണെന്ന് ഉറപ്പ് ഞങ്ങൾ കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങൾ പറയാൻ കാര്യം. ഞങ്ങൾക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ MLA ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ ഞങ്ങൾക്ക് ചെറിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം എന്താ, MLA കഴിഞ്ഞ ടൈം 5 വർഷം കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും കഴിഞ്ഞതിന് മുമ്പത്തെ ടൈം അദ്ദേഹം കേരളത്തിൻ്റെ നമ്മുടെ ചീഫ് വിഫുമായിരുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ ആനയുമായി ഇറങ്ങുന്ന സംഭവത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ അതിൽ ചെറിയൊരു ഞങ്ങൾക്കൊരു വേദനയുണ്ടായിരുന്നു. കാരണം ആൾ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ഇരുന്ന MLAക്കും കേരളത്തിൽ 2ാമത്തെ മന്ത്രിക്ക് ഈ ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വാണിയമ്പാറ മുതൽ നമ്മുടെ വല്ലൂര് വരെ വരുന്ന പ്രദേശം, പാലപ്പള്ളി വരുന്ന പ്രദേശം ഒക്കെ നമ്മുടെ ആന ഇറങ്ങുന്ന പ്രദേശമാണ്. വളരെയധികം രൂക്ഷമായ പ്രദേശത്ത് ഈ മന്ത്രി ഇടപെട്ടില്ല എന്നുള്ള പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. ശരി, അങ്ങനെ കത്തുകയാണ്. ഒരുപക്ഷെ എത്രയും നാളുകൾ മുന്നേ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. നമസ്കാരം. എങ്ങനെയാണ് ഈ നിലവിലെ ഈ ഒരു വിഷയത്തെ എങ്ങനെ നോക്കിക്കോണത്, എങ്ങനെ പരിഹാരത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് നിങ്ങളെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത്? പരിഹാരം ഫെൻസിങ് പറയുന്നുണ്ട്, അതായത് ഹാങ്ങിങ് ആയിട്ടുള്ള സിസ്റ്റം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നടപ്പാക്കാൻ ഇത്ര പെട്ടെന്ന് നടക്കാമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആന പണ്ട് വന്നിരുന്ന കുറച്ച് ആനകളെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കൊരു കൃത്യമായ റൂട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോഴത്തെ ആന എതിലേ വരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞാൽ നേരം ഉച്ചയായാലും കയറി പോവില്ല. ഫോറസ്റ്റുകാർ വന്നൊരു പടക്കം കൊടുത്തിട്ട് പോയി, തലേദിവസം കത്തിക്കാൻ ഓരോ പടക്കം കൊടുത്തിട്ട് പോയി. ആനയ്ക്ക് അതൊന്നും വിഷയമല്ല.
അവര് ജോലിക്ക് ഇറങ്ങി വരുന്ന ആൾക്കാര് ഈ കിടങ്ങുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പരിഹാരത്തിലേക്ക് എത്തും തോന്നുന്നില്ല. പഠിച്ചു. ആനയ്ക്കെല്ലാം അറിയാലോ. ഇപ്പൊ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ അതിന് ചുവട്ടിലുള്ള മരം മറിച്ച് അതിന് മേളിലിടും. ആ മരങ്ങൾ ആദ്യം മുറിച്ച് മാറ്റണ്ടായിരുന്നോ? ഇത് ആന വന്ന് ഡയറക്റ്റ് അതിലെ തട്ടുന്നത്. കറണ്ട് കൂടുതൽ ഇട്ടിട്ടൊന്നും കാര്യമില്ല. ആന എല്ലാ അടവും പഠിച്ചിട്ടാ വരുന്നത്. 160 റബ്ബർ തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ വർഷം. അത് റീപ്ലാന്റ് ചെയ്ത് അത് ഒരു 70 റബ്ബർ തൈ ഫസ്റ്റത്തെ ഒരു 2 വർഷം ഭാഗത്തെത്തിയത് കംപ്ലീറ്റ് ബഡ് തൈ ആന എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും കടം പലിശയ്ക്ക് പൈസ എടുത്തും വീണ്ടും 2ാം ട്രിപ്പും ഞാൻ തൈ വെച്ചു. 2 വർഷം കഴിഞ്ഞ് വീണ്ടും ഈ കഴിഞ്ഞതിൻ്റെ പോലെ വീണ്ടും തൈ വെച്ചു. അത് വേനൽക്കാലത്ത് അത് നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചു. മറ്റുള്ളവരെ അകലേന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് അത് നട്ട് നനച്ചു പാകപ്പെടുത്തി. 1 വർഷം 1.25 വർഷം എത്തിയ തയ്യ് ഒരു 10-70 എണ്ണം ഒറ്റ ദിവസം കൊണ്ടാണ് കൂട്ടായിട്ട് വന്ന് താണ്ഡവാടുമായിരുന്നു. ആന വന്ന് സഹിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം ആനകൾ വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധ ഇപ്പൊ പടക്കം പൊട്ടിക്കുക അല്ലെങ്കിൽ ഈ പാട്ടയിൽ കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോവില്ല. എന്ത് പടക്കം ഇതിനൊന്നും ഒരു ആനയ്ക്കില്ല. ആനയ്ക്ക് ഇപ്പം വെള്ളക്കാരി നാട് ആനയുടെ ആയി. ഞങ്ങള് വേണമെങ്കിൽ ആനയെ പേടിച്ച് മാറിപ്പോക്കണം. ആ ഒരു സ്റ്റേജിലേക്ക് ഇപ്പം ആന അതേ രീതിയിലാണ് അവിടെ വന്ന് കാട്ടിക്കൂട്ടുന്നത്. അതുപോലെ ഇന്ന് വരെ എന്ന് പറഞ്ഞ വെള്ളക്കാരി സെൻട്രലിൽ എത്താത്ത ആന ഞാൻ വന്നിട്ട് 40 വർഷമായി ആ നാട്ടില്. ആ 40 വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് വെള്ളക്കാരി സെൻട്രും കഴിഞ്ഞ് ആന പോകുന്നത്. പക്ഷേ ജനവാസം അതിന്റെ അപ്പുറം കഴിഞ്ഞു. അത്ര ശല്യം. പൊറുതിമുട്ടി പിന്നെ ഒരു വാഴ അല്ലെങ്കിൽ ഒരു തെങ്ങ ഒരു ഇതും പറമ്പിൽ ഇനി പറമ്പിന്റെ ആദായം കൊണ്ട് നമുക്കിനി ജീവിക്കാൻ നിർവാഹമില്ല. കാരണം മൊത്തം നശിപ്പിക്കുകയാണ്. ആ ഭാഗത്തുള്ള കൃഷികളൊക്കെ അവസാനിച്ചു. എല്ലാം അവസാനിച്ചു. ഇപ്പം നിസാരം പറമ്പിന്റെ ആധാരത്തിന് നികുതി അടയ്ക്കാൻ പോലും ഉള്ള ഒരു വരുമാനം നമുക്ക് ആ പറമ്പിൽ നിന്ന് കിട്ടുന്നില്ല. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുമ്പം അന്ന് ഫോറസ്റ്റുകാരുടെ അടുത്ത് ചെന്നു. ഇതിന് ഞാൻ ചെന്ന് കരഞ്ഞു വണ്ടി വിളിച്ച് ഓടിച്ചെന്നിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. 1 രൂപ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എന്തിനാ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചില സമയത്ത് ആലോചിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ മാസം കിട്ടുന്ന സാലറിയുടെ ഒരു നേർപകുതി കിട്ടിയിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇങ്ങനെ ഈ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് എന്തിനാ ഗവൺമെന്റ് തീരുമാനിക്കാത്തത്? അങ്ങനെ വേണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ എങ്ങോട്ട് പോകും? ഈ ആന മാത്രം മതിയോ സർക്കാരിനായാലും ഏത് നിയമകൂടത്തിനായാലും? അല്ല, മനുഷ്യനെ സംരക്ഷിക്കണം. പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം കൊണ്ട് വല്ല ഫലമുണ്ടോ? തീർച്ചയായിട്ടും ഫലം ഉണ്ടാവണം. ഇവിടെ നാളുകളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാട്ടാന ശല്യത്തിനെതിരെ, വന്യമൃഗ ശല്യങ്ങൾക്കെതിരെ നമ്മൾക്ക് അതിനൊരു പരിസമാപ്തി ഉണ്ടായേ കഴിയൂ. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ. ജനങ്ങളെല്ലാം ഒന്നാടകം ഇളകി കഴിഞ്ഞു. ഇവിടെ കൃഷി നശിച്ചു. ആളുകൾക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്. പലരും പരിക്കേൽക്കപ്പെട്ടിട്ടുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3-4 തലമുറകളായിട്ട് ഇവിടെ കഴിയുന്ന ആളുകൾക്ക് തുടർന്നും ഇവിടെ ജീവിക്കണം. തൃശ്ശൂർ അങ്ങാടിയിലേക്ക് വേണ്ട പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും നെല്ലും കപ്പയും എല്ലാം ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് ഇവിടുന്ന് വെള്ളക്കാരി തടം മാന്നാമംഗലം പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികളെ കാത്തു നിന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലം ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇതൊക്കെ ഊഷര ഭൂമിയായി മാറാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയുള്ള പോരാട്ടമാണിത്. ഈ പോരാട്ടം ഫലം കാണണം എന്ന് മാത്രം ആവശ്യപ്പെടും. തീർച്ചയായിട്ടും. എങ്ങനെയാണ് വീട്ടിലൊക്കെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ്? കാട്ടാന ശല്യത്തിനെ കുറിച്ച് കൃഷിഭൂമിക്കൊക്കെ ഒരുപാട് ശല്യമുണ്ട്. കൃഷിയൊക്കെ ആൾക്കാർ ഒരുപാട് നശിച്ചു പോകുന്നുണ്ട്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന റബ്ബറും തൈകളും ഒക്കെ ഒരുപാട് ചവിട്ടി മെതിച്ച് കളയുന്നുണ്ട്. ഒക്കെ ഈ കൂലിപ്പണിക്കാരും ദിവസ വേതനത്തിനൊക്കെ പോണവരല്ലേ. അപ്പൊ അവർക്കൊക്കെ ഒരുപാട് വിഷമം തന്നെയാണ്. കായ്ക്കാറായ തെങ്ങും തൈകൾ നശിപ്പിക്കണതും റബ്ബറും തൈകൾ നശിപ്പിച്ച് കളയണതും ഇതൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവർക്കും ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. ജനങ്ങളുടെ ജീവനും കൃഷി വിളകൾക്കും എല്ലാം ഭീഷണിയാണ് ആന. ഇതിനൊരു മാറ്റം ഉണ്ടാവണം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ആനശല്യം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അത് അന്ന് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു 100 മീറ്റർ 150 മീറ്ററൊക്കെയാണ് ആന വന്നിരുന്നത്. പക്ഷെ അത് ഒരാന 2 ആനയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 100 മീറ്റർ 200 മീറ്റർ 300 മീറ്റർ 500 മീറ്റർ പിന്നെ അത് 1 കിലോമീറ്ററായി 2 കിലോമീറ്ററായി ഇപ്പൊ 3-4 കിലോമീറ്റർ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നിടത്ത് 100 മീറ്റർ അപ്പുറത്ത് വരെ ആന എത്തി കഴിഞ്ഞു. നമുക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റില്ല. അപ്പോ ഇപ്പൊ വരുന്നത് 8-9 ആനകൾ ഒന്നിച്ചിട്ടാണ്. ഈ ആനകൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ കർഷകരാണ്. കർഷക തൊഴിലാളികളും കർഷകരും. ഇവരാരും ബാങ്ക് ബാലൻസ് ഉള്ളവരല്ല.
ഈ കൃഷി ഇറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഭാര്യയുടെ കെട്ട് താലിമാല പണയപ്പെടുത്തി, അതല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ ലോൺ എടുത്തിട്ടാണ് ഈ കൃഷി ഇറക്കുന്നത്. ഇത് അപ്പാടെ 8-9 ആനകൾ വന്നിട്ട് മൊത്തം നശിപ്പിച്ചു കളയാണ്. ഇവന് ഇത് ഈ കടം വീട്ടാൻ പറ്റാതെ വരുന്നു, അവസാനം ആത്മഹത്യയുടെ ഒക്കെയിലേക്ക് എത്തുക. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ജീവിതം ഇപ്പോൾ പേടിയോടുകൂടി? 5 വർഷമായിട്ട് ഈ ആനയുടെ ഇതിൽ തന്നെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഒന്നുമില്ല, എല്ലാം നശിപ്പിച്ചു. സന്ധ്യ ആകുമ്പോഴത്തേക്ക് 7 മണി 6:30 ആകുമ്പോഴത്തേക്ക് വണ്ടി അങ്ങോട്ട് ഒരു വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ പുറകെ ആന വരും. എന്നിട്ട് ഓടിക്കലും മുതൽ ഞങ്ങൾ ഈ 4 പിള്ളേരും ഒരു മോനുള്ളൂ. മോൻ പുറമെ പണിക്ക് പോവുക. ഞങ്ങൾ ഈ പിള്ളേർ ഞാനും മരുമകളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പേടിച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല. നിലവിലെ ഈ ഒരു അവസ്ഥ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയല്ല, കുറെ നാളുകളായി. പക്ഷെ ഇപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങി വീടിന്റെ മുറ്റത്തെത്തിയപ്പോഴാണ് പ്രതിഷേധം കൂടുതൽ കനക്കുന്നത്. ഇനിയുള്ള നാളുകളൊക്കെ എങ്ങനെയായിരിക്കും അവസ്ഥ? ഇനി അവസ്ഥ എന്ന് വെച്ചാൽ ഇതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കണം, അതിനുള്ള പരിപാടി ചെയ്യണം. ഇപ്പം നമ്മൾ ഫോറസ്റ്റ് ഓഫീസിൽ പറഞ്ഞത് അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചെയ്ത് ചോദിച്ചപ്പോൾ അത് ചേട്ടൻ്റെ കൃഷിയൊക്കെ നശിച്ചിട്ടുണ്ടോ? എൻ്റെ പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ട്, സൈഡ് വരെ വന്നിട്ടുണ്ട്, ഇതുവരെ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റാണ്, അവരാണ് റേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അപ്പോൾ ആ റേഞ്ചറാണ് ഫോറസ്റ്റാണ് ആരാന്ന് പറഞ്ഞെന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. ഇതിൽ സാറേ ഇതിലെന്താന്ന് പറഞ്ഞാൽ എൻ്റെ വീടിന് തൊട്ടടുത്താണ് ഒരു 3 കൊല്ലം മുന്നം ഒരു ആന കെണ്ടിച്ചാടി ചെരിഞ്ഞത്, ഒരു കൊമ്പനാന ചെരിഞ്ഞു. വാർത്താ പ്രാധാന്യം നേടിയൊരു ന്യൂസായിരുന്നു അത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ CCF തൊട്ട് അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ സൂചന നൽകിയില്ലേ, ആന ഇതുവഴി നടക്കുന്നതാണ്, കൂടുതലായിട്ട് ആനകളിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണല്ലോ? അതെ സാർ, അതെ. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും രാത്രി 10 മണി 11 മണി എല്ലാ സമയത്തും അവിടെ വന്നുണ്ട്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ കേസല്ല, ഒരു 10-12 കൊല്ലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു കഷ്ടതയാണിത്. ഇതിൽ ശരിക്കും സത്യസന്ധമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഫെൻസിങ് ഇടുകയും ഫെൻസിങ്ങിന് ആവശ്യത്തിന് വോൾട്ടേജ് കൊടുക്കുകയും ചെയ്താൽ ഈ പ്രശ്നം ഒരു 50% പരിഹരിക്കാൻ പറ്റും. അതിനൊരു കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ പ്രോപ്പറായിട്ട് അതിന് വിനിയോഗിക്കപ്പെടുന്നില്ല. അതൊരു 60-40 ഒക്കെ അനുവാദത്തിൽ പോവുകയാണ്. അത് ശരിയായ വോൾട്ടേജിൽ ഇപ്പോൾ ഒരു 4 നിര 4 നിര ഇട്ടാണ്, അതൊരു 7 നിര കമ്പി ഇടുകയും ആനകൾ തട്ടുമ്പോൾ അവർക്ക് കടന്നു വരാൻ പറ്റാത്ത അളവിലുള്ള ഓട്ട അതിൽ കൂടെ വിടുകയും ചെയ്തു കഴിഞ്ഞാൽ ആനകൾക്ക് ഒരു വട്ടം അടി കിട്ടിയാൽ വീണ്ടും അവർ ആ കമ്പിയുള്ളവർക്ക് വരുമ്പോൾ തിരിഞ്ഞു പോയി തന്നെ ചെയ്യും. പക്ഷേ ഈ ഫെൻസിങ്ങിന് ചാർജ് ഇല്ല എന്നുള്ളതാണ് സത്യം. 6.7 പോയിൻ്റൊക്കെ ചാർജുള്ളൂ. അതിനാവശ്യമുള്ള പാനലില്ല, ബാറ്ററി ഇല്ല, അതാണ് മെയിൻ വിഷയം. പിന്നെ അത് പ്രോപ്പറായ രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ ഇവിടെ ഡെപ്യൂട്ടി ആയിട്ട് സംസാരിച്ചു, ഇവർ പറഞ്ഞാൽ അടുത്ത അവരുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഫെൻസിങ് ഉണ്ട്, ആ ഫെൻസിങ്ങിന് ചാർജ് ഇല്ല. അതിനോട് ചേർത്തിട്ട് വലിയ മരങ്ങളോട് ബന്ധിപ്പിച്ചിട്ട് മരത്തേൽ കറണ്ട് പാസ് ചെയ്യാതെ റബ്ബർ ബുഷ് ഇട്ടിട്ട് ശക്തമായിട്ട് ഒരു 5 നിര നടപടിയൊക്കെ ആവുക. അതാണല്ലോ കേസ്. ഈ RRT ഉണ്ട്, ഇവിടെ PRT ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനൊരു PRT പെട്ട ഒരാളാണ്. പക്ഷേ ഈ യോഗങ്ങൾ വിളിക്കുകയും ചർച്ച ചെയ്യല്ലാതെ നടപടിയിലേക്ക് പോണില്ല. ആന ഇറങ്ങുമ്പോൾ ഒച്ചയെടുക്കും. ഇപ്പോൾ അന്നേരം ഈ കാര്യങ്ങൾ പറയും, ഇതിപ്പോൾ അത് ചെയ്യും, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങോട്ട് ചോദിക്കുക, ഒന്നും ചെയ്യില്ല. അതുപോലെ നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു ഹൈവേയിലൊരു അപകടം ഉണ്ടാകുമ്പോൾ ഒരാഴ്ചത്തേക്ക് ചെക്കിങ് ഉണ്ടാവും, ഭയങ്കര ചെക്കിങ് ആവും. അതുപോലെ ഇവിടെ യൂക്കാനി പ്ലാന്റേഷനാണ്, ഇതിനകത്ത് ഇത് വെച്ചതല്ലാണ്ട് ഈ കാട് വെട്ടി തെളിച്ചിട്ടില്ല. ആ കാട് അങ്ങനെ ആനയും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, ആനയുണ്ട്, പുലിയുണ്ട്, പന്നിയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അത് വെട്ടിത്തെളിച്ച് ഇത്രയും വർഷമായിട്ട് അത് വെട്ടിത്തെളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ് ഇത്. നമ്മളൊരു എന്തൊരു സംഭവം വരുമ്പോൾ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് അവിടെ വലിയ ഇതുണ്ടാവും. നിരന്തരമായി ഇത് അന്വേഷണം വേണം. ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കാട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ചെല്ലുവാനും ദൂരെയാണ്. നമ്മൾ അധികം ദൂരെയില്ലെങ്കിൽ സഞ്ചരിക്കാനായിട്ട്. നാളെ ഈ റോട്ടിൽ കൂടെ നടന്നാൽ അത്ഭുതപ്പെടാനില്ല. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്പോട്ടിന്റെ തൊട്ട് മുകളിൽ ഈ കാണുന്ന സ്ഥലത്ത് ഒരു ആന വന്നു. അത് റിസർവ് ഫോറസ്റ്റിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെയാണ്. അപ്പൊ ഇത് എവിടെ എത്തിപ്പെടാം? ആനയ്ക്ക് അതൊരു ദൂരമല്ല. അതാണ് ഇതിന് ഒരു നിസ്സാര വിഷയമല്ല. ഞങ്ങൾക്ക് നമ്മുടെ ജീവന്റെ ഇപ്പം നിസ്സാരം ഒന്നാമതാണെങ്കിൽ പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് കേരളത്തിലെ. ഞങ്ങളുടെ ഈ മലമേഖലയ്ക്ക് ഒരു എത്ര നല്ല സ്വഭാവമുള്ള ഒരുത്തനാണ് ആ സ്ഥലം വന്ന് നോക്കി ഒരു പെണ്ണ് കിട്ടില്ലെന്ന്. ഒരു കൃഷി വയ്ക്കാൻ ഒരു ആദായം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന്. ഞാൻ പണിയെടുത്ത്, എൻ്റെ അച്ഛൻ പണിയെടുത്ത്, എൻ്റെ പൂർവീകർ പണിയെടുത്തത് കൊണ്ടാണ് ഞാൻ കരി മേടിക്കുന്നത്. അത് വന്ന് കണ്ട സങ്കടം വരും. ഒരു മേരി എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ട്, പഴയ വാർത്തയിൽ വന്ന ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചു. ആ ചേച്ചി 1 ഏക്കർ സ്ഥലം 24 തെങ്ങ് ചവിട്ടി ഒടിച്ച് കളഞ്ഞ ആന. അതിനോട് തൊട്ട് ചേർന്ന് ഞങ്ങൾക്ക് പറമ്പുണ്ട്, റബ്ബർ തോട്ടമൊക്കെ വെറും തരിശു ഭൂമിയാക്കി കളഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? ഞാൻ താമസിക്കുന്നത് താമരവെള്ള സൈഡിലാണ്, STSC കോളനി. ഇത് 3-4 വർഷങ്ങളായി രൂക്ഷമായ ആനയുടെ ശല്യം ഉണ്ടായിട്ട്. റബ്ബർ, കശുമാവ്, തെങ്ങ്, വാഴ, അടയ്ക്കാമരം, ഈ വക സാധനങ്ങൾ
പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ് ചില വീട്ടുകാരുടെ. സ്ഥിരം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് 4, 5, 6 ആനകൾ വീതമാണ്. ഒരു പ്രാവശ്യം 9 എണ്ണം ഒരുമിച്ച് വന്നു. അവിടെ വന്നിട്ട് തെക്കേക്കുളം ഭാഗം എല്ലാം നശിപ്പിച്ച് ആന തിരിച്ച് കയറിപ്പോയി. ഒരു തരത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ചോദ്യം ചെയ്യാൻ ഇപ്പോൾ 5-10 വർഷങ്ങളായിട്ട്, ഏതാണ്ട് 10 വർഷത്തോളായിട്ടുണ്ടായി ഈ മൃഗങ്ങളുടെ ശല്യം തുടങ്ങിയിട്ട്. ഒരു വാക്ക് പോലും ഈ പാവപ്പെട്ട മലയോര പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഒരു നേതാക്കളും ഒരു ഭരണകർത്താക്കളും ഉണ്ടായിട്ടില്ല. ഇതാണ് സത്യം. ഇന്നും മൂത്രമൊഴിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങി 4 വശം നോക്കിയിട്ട് വേണം. അത് അത്ര ഭയമായിട്ടാണ് ആൾക്കാർ ജീവിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടി ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലെങ്കിലും ഇത് നടക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കും. ഈ ജനകീയ സമിതി ഇന്നലെയാണോ ഇതെല്ലാം അറിഞ്ഞത്? അറിയില്ല. കാരണം മുമ്പ് 10 വർഷമായാലോ ആനയൊക്കെ ഇവിടെ ഇറങ്ങാറില്ലേ? 10 വർഷം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ആരും വേണ്ടിയിട്ടില്ല. അപ്പൊ അന്നിറങ്ങിയ ആനയൊന്നും ആനയല്ല, ആനയൊക്കെ മാറിപ്പോയി, പുതിയ ആന വന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രതിഷേധം കനക്കുകയാണ്. അതന്നെ. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ. നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിലെ ആ ചോദ്യത്തിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. അർത്ഥമുണ്ട്. എന്താണ് ആ അർത്ഥത്തിന് കൃത്യമായ ഒരു വ്യാഖ്യാനം? എന്താ? ഈ ജനകീയ പ്രക്ഷോഭം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ആന ഇവിടെ വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യം 1-2 ആനകളാണ് ഈ പ്രദേശത്ത് ഇറങ്ങി ശല്യം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇന്ന് 20-25ഓളം ആനകൾ കൂട്ടമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിലങ്ങന്നൂർ ഫോറസ്റ്റ് ഓഫീസിലും അതുപോലെ തന്നെ പട്ടിക്കാട് ഫോറസ്റ്റ് ഓഫീസിലും ജനകീയ സമരങ്ങൾ നടത്തി. അന്ന് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇതൊന്നും കണ്ടില്ല, അവർ നോക്കി നിന്നു. ഇന്ന് ഇവിടെ കൂട്ടമായി വെള്ളക്കാരത്തരം സെൻറ്ററിലും മാന്നാമംഗലം സെൻറ്ററിലും ആന കടന്നു വന്നപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ കണ്ണീരൊഴിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ അതിനു വേണ്ടുന്ന നിയമവശങ്ങളിൽ കൂടി പോയി ഇതിനെ ഈ ആനയെ അതുപോലെ തന്നെ വന്യമൃഗശല്യത്തെ ഈ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തി ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കുന്നതിനും അവരുടെ കൃഷിക്കും അവരുടെ സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഉത്തരവാദികളാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവർക്ക് പറ്റില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ ആനയുടെ ശല്യം വളരെ രൂക്ഷമാണ്. നമ്മുടെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വീടിന്റെ മുറ്റത്ത് വന്നപ്പോഴാണ് ജനകീയ സമിതിക്ക് അല്പം ചൂടായത്. സത്യമായിട്ടും വീടിന്റെ മുറ്റത്ത് വന്നപ്പോഴാണ് ചൂടായത്. ഇപ്പൊ ഞാൻ പറയാം, ബലം കാണട്ടെ, നല്ല കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ നാട്ടിലേക്ക് സംഘടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം. പക്ഷെ ഇതൊക്കെ വേറെ സ്ഥലങ്ങളിലും സംഭവിക്കുമ്പോൾ കേരളത്തിൽ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. ഇതൊരു കൂട്ടമായിട്ട് ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ പോയി സർക്കാർ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഈ കാലത്തിന് അനിവാര്യമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ആനശല്യമല്ല, മറ്റുള്ള മൃഗങ്ങൾ കൊണ്ട് ഒരു തേങ്ങ പോലും നമുക്ക് കിട്ടാത്തൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യുന്ന ചേന, കാച്ചിൽ, അങ്ങനെ വരുന്ന കൃഷികൾ, വാഴ, അങ്ങനെ വരുന്ന എല്ലാ കൃഷികളും കർഷകരെ നിശേഷം കാണാത്ത രീതിയിലാണ് ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് യാതൊരു തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇന്ന് വീടിന്റെ മുറ്റത്ത് ആന വന്നിരിക്കുകയാണ്. എന്തായാലും ബലം കാണട്ടെ. ഫലം കാണണം, കണ്ടിരിക്കണം. ഇത്രയും നാളും കണ്ടില്ല എന്ന് വെച്ചിട്ട് ഇപ്പം നമുക്കറിയാം മന്ത്രിസഭയൊക്കെ മാറ്റം വന്ന് അവരുടെ മുമ്പിൽ നമ്മൾ ഈ കാര്യം അറിയിക്കുക. ജനകീയ പ്രക്ഷോഭം അവരുടെ മുമ്പിൽ അറിയിക്കുക. കഴിഞ്ഞ 10 വർഷം അറിയിച്ചിട്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഷയം നിരവധി തവണയാണ് ഞങ്ങൾ മാറ്റിലിയിലൂടെ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്കും അധികാരികളുടെ അടുത്തേക്കൊക്കെ ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഇത് കേരളത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ഇതേ അനുഭവം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രതിഷേധവുമായി ജനങ്ങളൊക്കെ രംഗത്തെത്തുമ്പോൾ അധികാരികളൊന്ന് അവിടേക്ക് ഓടിയെത്തി ചില നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കുന്നതിനപ്പുറം ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. മുന്നിലേക്ക് വയ്ക്കുവാൻ ഏറെ ആശയങ്ങൾ പലരും നൽകിയിട്ടുണ്ട്. എത്ര ആശയങ്ങളാണെങ്കിലും അതെല്ലാം പ്രവൃത്തി പദത്തിലേക്ക് എത്തുമ്പോഴാണ് കാര്യങ്ങളെല്ലാം ഭംഗിയായി തീരുക. എന്തായാലും അധികാരികൾ വേണ്ട ഉചിതമായ നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ പോകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നാളെ കാണാം മറ്റൊരു ജനകീയ വിഷയവുമായി. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിച്ചത് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കേരളത്തിൽ എല്ലായിടത്തും. ഹെഡ് ഓഫീസ് വെസ്റ്റ്ഫോർഡ് റോഡ്, പൂങ്കുന്നം, തൃശൂർ. ട്രിനിറ്റി ഗോൾഡ്, കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി, തൃശൂർ, പാലക്കാട്, കൊച്ചി. ഇത് ലതിക പീസ് ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. ആ